പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളിൽ കളവ് പറയാതിരിക്കുക. അതായത് പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കേസിൽ. കാരണം നമ്മൾ ഒരു കളവ് പറയുമ്പോൾ 100 കളവുകൾ അത് ന്യായീകരിക്കാൻ പറയേണ്ടി വരും. കാരണം ഇന്ന് തെറ്റ് പറ്റാത്ത ഒരു മനുഷ്യരും ഇല്ല. ഇപ്പം സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ തെറ്റെങ്കിലും പറ്റാത്ത ആളുകളില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാലാണെങ്കിലും അല്ലെങ്കിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും. പക്ഷെ അത് നമ്മൾ പറ്റിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ പറ്റുന്ന സമയത്തോ നമ്മുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ നമ്മുടെ വൈഫിനോടോ അത് പറയണം. അഥവാ അവർ കാരണം എങ്ങനെയെങ്കിലും ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വൈഫിനോട് അത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ചാലെങ്കിലും പറയണം. കണ്ടുപിടിച്ചില്ലെങ്കിൽ പറയണമെന്നില്ല. പക്ഷെ കണ്ടുപിടിച്ച് അവർക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാലെങ്കിലും എന്ത് ചെയ്യണം, നമ്മളത് തുറന്ന് പറയണം. തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നിങ്ങൾ എത്ര വലിയ തെറ്റുകാരാണെങ്കിലും ഈവൻ നിങ്ങൾക്കൊരു വേറൊരു ഭാര്യയും കുട്ടികളും ഉണ്ട് എന്ന് വരെ ഉണ്ടെങ്കിൽ പോലും ഒരു സത്യം പറയുന്നതിലൂടെ എന്താവും, ആ പ്രോബ്ലം നിങ്ങളുടെ വൈഫ് ക്ഷമിക്കും. അല്ലെങ്കിലില്ലേ നിങ്ങൾ ഒരുപാട് കളവ് പറഞ്ഞ് പിന്നെ അതിൻ്റെ പിന്നാലെ ഭാര്യ നടന്ന് അത് വേറെ പ്രശ്നമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സോ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് തെറ്റ് പറ്റിയാലും അല്ല ഒരു എക്സ്ട്രാ അഫെയർ ഉണ്ടായിക്കഴിഞ്ഞാലും അതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ കേസസും അങ്ങനെ ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇപ്പോൾ ഒരാളുടെ മിസ്റ്റേക്ക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു കാലത്തിൻ്റെ പ്രത്യേകതയാണ്. മോസ്റ്റ് ഓഫ് ദ കേസ് ആളുകൾ ഡൈവോഴ്സ്ഡ് ആണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അവിഹിത ബന്ധം എല്ലാം ഉണ്ട്. അതൊന്നും പ്രശ്നമല്ല. പക്ഷേങ്കിൽ നമ്മുടെ വൈഫോ നമ്മുടെ ഹസ്ബൻഡോ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ പറയാൻ പറ്റുന്ന എന്തെങ്കിലും പെട്ടുപോയാൽ പറയാൻ പറ്റുന്നവർ പറയാം. അഥവാ അവർക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ സത്യം മാത്രം പറയുക എന്നുള്ളതാണ്. കാരണം ആ ഒറ്റൊരു സത്യത്തിലൂടെയില്ലേ പിന്നെ രണ്ടാമതൊരു ചോദ്യം ഉണ്ടാവില്ല അവിടെ. പിന്നൊന്നും നമുക്കും പറയാനില്ല. നമ്മളതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ചോദ്യവുമില്ല, രണ്ടാമതൊരു അന്വേഷണവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഒറ്റൊരു കളവ് പറയുമ്പോൾ ഇല്ലേ, ഈ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിന്ന് അവർ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ സത്യം കണ്ടെത്തുന്നില്ല. അപ്പോൾ ചില ആളുകൾക്ക് സത്യം അറിയണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യം എന്നോട് പറയൂ, സത്യം അറിയണം, അതത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്ര വലിയ തെറ്റുകാരാണെങ്കിലും എന്ത് വലിയ തെറ്റുകാരാണെങ്കിലും എന്ത് തെറ്റ് പറ്റിയാലും എല്ലാ മനുഷ്യനും തെറ്റ് പറ്റും, എല്ലാവർക്കും. അങ്ങനെ ആരും നല്ലതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെ രക്ഷപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.